സാർ, എന്താണ് ഇതിൻ്റെ ഒരു അപകട കാരണം എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാ കേസിൽ ഈ സ്കിഡിങ് ആണ് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വണ്ടി ഓവർ ലോഡ് കറക്റ്റായിട്ടാണ് കാണുന്നത്. നമ്മൾ ചെക്ക് ചെയ്തപ്പം കറക്റ്റ് ലോഡാണ് പാലക്കാട്. അപ്പോൾ ഈ വണ്ടിയുടെ ലോഡ് കറക്റ്റാണ്. ഇത് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുമായിരുന്നു. ഈ ഭാഗത്ത് എത്തുന്ന സമയത്ത് സാധാ കേസിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ തന്നെ ഇടയ്ക്ക് ഇവിടെ അപകടം ഉണ്ടാകുന്നതുകൊണ്ട് IITയുടെ റിപ്പോർട്ട് മോട്ടോർ വാഹന വകുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ IIT റിപ്പോർട്ട് DRSCയിൽ നമ്മൾ ചർച്ച ചെയ്യുകയും അതിനുള്ള 2-3 ടേമായിട്ട്, കാരണം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ലോങ് ടേം അങ്ങനെയുള്ള, അതിൽ ഷോർട്ട് ടേമിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൽ മില്ലിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് NH ചെയ്തിട്ടുള്ളത്. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാളെ ബഹുമാനപ്പെട്ട കളക്ടർ വീണ്ടും ഇതിൻ്റെ ഫർദർ മീറ്റിംഗ് രാവിലെ 11 മണിക്ക് ബന്ധപ്പെട്ട അധികാരികളുടെയും മറ്റും വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ മറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ടെമ്പററി ട്രാഫിക് കാമിംഗ് മെത്തേഡ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഉടൻ തന്നെ നാളത്തെ മീറ്റിംഗിൽ അതിനൊരു തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാഫിക് കാമിംഗ് മെത്തേഡ്സ്. ഈ അപകടത്തിന്റെ ഒരു കാരണം പ്രാഥമികമായിട്ട് അത് കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈം ഏകദേശം ഈ വണ്ടിയുടെ സ്പീഡോ അല്ലെങ്കിൽ അവിടുന്ന് വരുന്നൊരു വണ്ടി തട്ടിയിട്ടുണ്ടോ എന്നിട്ടാണോ അതിൻ്റെ കൺട്രോൾ പോയിരിക്കുന്നത് പരിശോധിക്കുകയാണ്. ഇപ്പോൾ അടുത്തുള്ള CCTV ദൃശ്യങ്ങൾ നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട്, ഏതെങ്കിലും കിട്ടുമെന്ന് നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ്, പിന്നെ പോലീസും അതിൻ്റെ ബാക്കി കാര്യം നോക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് സാധാരണ വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഡ്രൈവറുടെ കണ്ടീഷൻ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ഈ ഷുഗറുള്ള ആളുകളോ അല്ലെങ്കിൽ പായസം കുടിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കണ്ണ് ചിമ്മാനുള്ളൊരു സംവിധാനമുണ്ട്. പക്ഷേ പ്രൊഫഷണൽ ഡ്രൈവേഴ്സിന് അങ്ങനെയൊന്നും വരാറില്ല. അപ്പോൾ അതൊക്കെ പരിശോധിച്ച ശേഷം നമുക്ക് പറയാൻ പറ്റും. ഇത് അത്യധികം നമുക്ക് എല്ലാവർക്കും ദുഃഖത്തിലാർക്കുന്ന ഒരു ദാരുണമായ സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത്. റോഡിന്റെ ഈ ഭാഗത്ത് അലൈൻമെന്റ് ഹൈഡ്രോപ്ലെയിനിങ്ങുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ്. അത് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ഇറങ്ങിയിട്ട് താഴത്തേക്ക് വരുമ്പോഴാണ് സാധാരണ സംഭവിക്കാറ്. ഇവിടെ മറ്റേ ഈ വണ്ടി അങ്ങോട്ട് പോകുന്നതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്താണ് അതിനുള്ള IIT ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ഒരു 22 പേജുള്ളൊരു ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് പരിശോധിച്ച് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, അത്യാദ്യം പറഞ്ഞിരിക്കുന്ന ആദ്യ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ റഫാക്കിയതും മില്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ചെയ്യുമായിരിക്കും. അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്പുകളാണ് വരുന്നത്. അപ്പോൾ ഇത് എന്താണ് ഈ പെട്ടെന്നുള്ള ഈ സംവിധാനം ശരിക്കും വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ, അതുകൊണ്ടാണ് ഞങ്ങൾ ലോഡ് ചെക്ക് ചെയ്ത്, ലോഡ് നമ്മുടെ ഇൻസ്പെക്ടർ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റാണ്. അതിൻ്റെ പേബിലും കാര്യങ്ങളും നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് പാസിംഗ് ലോഡേ അതിലുള്ളൂ, അല്ല ഓവർലോഡ് മറ്റുമല്ല. കണ്ടീഷൻ ഇപ്പോൾ ടയർ കണ്ടീഷനൊന്നും കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല. ടയർ കണ്ടീഷനും മറ്റു കാര്യങ്ങളും കുഴപ്പമായിട്ടില്ല. ഇത് എന്തോ ഒരു പെട്ടെന്നുള്ള ജസ്റ്റ് ഒരു മിനിറ്റിനുള്ളിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ കൂടുതൽ പഠനം നടത്തേണ്ടിയിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഷോൾഡറൊക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇറങ്ങിയിട്ടോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതിന് വണ്ടിക്ക് പെട്ടെന്ന് ചിലപ്പം വേറൊരു വണ്ടിയിൽ തട്ടി ടിൽറ്റിംഗ് ആയി കൺട്രോൾ പോയതാവാം. എന്താവും എന്നുള്ളത് പരിശോധിക്കാൻ നമുക്ക് ഉടൻ തന്നെ കുറച്ചൊരു സമയം വേണം. പഴക്കമുള്ള വണ്ടിയല്ലല്ലോ, അല്ല അത്ര. അതെ, അല്ല നമ്മുടെ ഇൻസ്പെക്ടേഴ്സ് കൊണ്ട് പോയിരിക്കുകയാണ്. അത് നോക്കിയും കൊണ്ട് നിൽക്കുക. അതെ, ഉടൻ തന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. നമ്മളതിൻ്റെ വിശദമായ പഠനം നടത്തുകയാണ്. അതിൻ്റെ പെട്ടെന്നുള്ള ട്രാഫിക് കാമിംഗ് മെത്തേഡ് എങ്ങനെ ചെയ്യണം നാളത്തെ മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട കളക്ടർ അവിടെ തന്നെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതുണ്ടാവും. ഉണ്ട്, ഞാൻ പങ്കെടുക്കും. എൻഫോഴ്സ്മെന്റ് ആർട്ടി പങ്കെടുക്കും. മറ്റുള്ളവരുണ്ടാവും. NHന്റെ ആളുകളുണ്ടാവും. അതൊരു വ്യക്തമായിട്ടുള്ള അതിന് അടുത്ത സ്റ്റെപ്പ് ഉണ്ടാവും. അതിൻ്റെ മീറ്റിംഗ് അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ കാര്യങ്ങളുള്ളത്. ബാക്കിയുള്ളത് പെട്ടെന്നാവും. നമുക്കതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. പ്രധാനമായിട്ട് ഇപ്പോൾ ഉള്ളത് പെട്ടെന്നുള്ള ട്രാഫിക് കാമിംഗ് മെത്തേഡ് എന്താണ്. ഇപ്പോൾ നമ്മളൊരു ബോർഡ് വെച്ചുകൊണ്ടോ മറ്റോടൊന്നും അതിൽ കാര്യം കഴിഞ്ഞിട്ടില്ല. അതിനേക്കാൾ കൂടുതലുള്ള ഒരു മെത്തേഡ് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായിട്ട് ചില ഈ വാഹനത്തിൽ ലോഡ് കറക്റ്റായിരുന്നു. ഇത് അവിടുന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് പോരുന്നതാണ്. അപ്പോൾ ഈ ചെറിയ സ്കിഡിങ് നടന്നിരിക്കുന്നത് വേറെ ഏതെങ്കിലും വണ്ടിയിൽ തട്ടിയിട്ട് ആണോ കൺട്രോൾ പോയിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളും മറ്റൊക്കെ പരിശോധിച്ച് നോക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം ഇതിൽ സാധാ കേസിൽ ഈ റോഡിന് ചെറിയൊരു ഒരു ചെറിയ ഭാഗത്തൊരു ടേണിങ്ങിൻ്റെ ഇതുണ്ട്. അപ്പോൾ പല സമയത്തായിട്ട് അതിൻ്റെ ലോങ് ടൈം മെത്തേഡിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഷോർട്ട് ടൈം മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതാണുള്ളത്. ഈ റോഡിന്റെ ഗ്രിപ്പിനെ കുറിച്ച് എപ്പോഴും ആളുകൾ വലിയ പരാതി പറയുന്നുണ്ടായിരുന്നു. അല്ല, അതൊരു ഭാഗമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മില്ലിങ് നടത്തിയിട്ട് അത് കുറച്ച് റഫ്നെസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ അതുകൊണ്ട് തന്നെ അത് മഴക്കാലത്താണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൺട്രോൾ എങ്ങനെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ അത് നോക്കേണ്ടത്. അപ്പോൾ ഡ്രൈവറെ കുറിച്ച് പഠിക്കണം. അതേപോലെ തന്നെ ലോഡ് കൂടുതലില്ല. നമുക്കിപ്പോൾ അത്ര കാര്യങ്ങളെ പെട്ടെന്ന് പ്രാഥമികമായിട്ട് ചെയ്യാൻ അത്ര കാര്യങ്ങളെ പറ്റുള്ളൂ. അത് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ലോഡ് കൂടുതലില്ല. പാസിംഗ് ലോഡേ ഉള്ളൂ.
വേഗതയൊക്കെ നമുക്ക് പിന്നീട് നോക്കിയാൽ വേഗത പിന്നീട് നോക്കിയിട്ട് നമുക്കത് കണ്ട് എൻ്റെ GPS മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കും. അത് നോക്കിയതിനു ശേഷം വയ്ക്കും. റഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇവർ പറയുന്നത് വെച്ചാൽ അത് മാറി വീണ്ടും പഴയ രീതിയിലേക്ക് മിനിസം വന്നു എന്നാണ് ഒരു നാട്ടിൽ റഫറൻസ് ആൾറെഡി ആദ്യഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഈ മഴ കൂടി വന്ന സമയത്തുള്ള ഈ ചാറ്റൽ മഴ വരുമ്പോൾ ഒരു ഹൈഡ്രോപ്ലെയിൻ ഇപ്പോൾ നമ്മൾ ഈ ടൈൽസിലൊക്കെ ഇത് പറ്റുന്ന പോലെ ഒരു സംവിധാനം മറ്റേ ആപേക്ഷികമായിട്ട് വരും, ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇതിൻ്റെ ആൻസർ അല്ല. ഈ ഓപ്പോസിറ്റ് വരുന്ന വേറൊരു വാഹനം ഇടിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് അതിന്റെ CCTV ദൃശ്യങ്ങൾ അടുത്തുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് നോക്കുന്നുണ്ട്. അങ്ങനെ ഇല്ലല്ലോ, അതിന്റെ ബാക്കി അത് നോക്കുന്നുണ്ടോ, പോലീസ് നോക്കുന്നുണ്ടോ? ഇല്ല, ഡ്രൈവർ ഇപ്പോൾ ഹോസ്പിറ്റലുണ്ട്, അവരെ നമ്മളെ പറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കി നോക്കും. അപ്പോൾ പോലീസ് തന്നെ അതിന്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തും, നമ്മൾ ഇതിന്റെ ബാക്കി നടത്തും. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കളക്ടർ നാളത്തെ മീറ്റിംഗിൽ ബാക്കിയുള്ള പെട്ടെന്നുള്ള സഡൻ കാര്യങ്ങൾ ചെയ്യും. മാഡം പ്രത്യേകം വിളിച്ചിരുന്നു, അത് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ.